ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്റ്റഡി ലൂപ്പ്. ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 എക്കണോമിക്സിൻ്റെ ക്രിസ്മസ് എക്സാമിന് വരുന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണിത്. മീൻ മീഡിയൻ മോഡ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും 8 മാർക്ക് ഷുവറാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്, ഫൈൻഡ് മീൻ മീഡിയൻ മോഡ്. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, ക്ലാസ്, ഫ്രീക്വൻസി. ഈ 2 ടേബിൾ തന്നിട്ടാണ് നമ്മളോട് പറയേണ്ടത് മീൻ മീഡിയൻ മോഡ് കാണാൻ. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് മീനാണ്, പിന്നെ കാണേണ്ടത് മീഡിയൻ, പിന്നെ മോഡ്. ആ ഒരു ഓർഡറിൽ തന്നെ കാണണം. അപ്പോൾ നമുക്ക് മീൻ കാണാനുള്ള ഇക്വേഷനാണ് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ആ ഒരു ടേബിൾ എടുത്ത് വരയ്ക്കാം. ക്ലാസ് എഴുതണം, ഫ്രീക്വൻസി എഴുതണം. പിന്നെ നമ്മൾ 2 കോള് നമ്മൾ എക്സ്ട്രാ നമ്മൾ എഴുതണം. അതിലത്തെ ആദ്യത്തെ കോളാണ് എക്സ് ഐ. നമ്മുടെ ഇക്വേഷനിൽ എക്സ് ഐ ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഒരു കോളം വരയ്ക്കേണ്ടത്, എക്സ് ഐ. പിന്നത്തെ കോളത്തിൽ എഴുതേണ്ടത് എഫ് ഐ എക്സ് ഐ. അത് നമ്മുടെ ഇക്വേഷനിലുണ്ട്, അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ 2 കോളം എക്സ്ട്രാ വരച്ചു. അങ്ങനെ ഇപ്പോൾ 4 കോളം വരച്ചു. ഇനി ഫസ്റ്റത്തെ കോളത്തിൽ നമ്മൾ ക്ലാസ് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ എടുത്ത് എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് നമുക്ക് എഴുതേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ എടുത്ത് എഴുതുക. എന്നിട്ട് ലാസ്റ്റ് ആ ഫ്രീക്വൻസി എല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. ആ ഫ്രീക്വൻസി എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ അപ്പുറത്തെ കോളമാണ് എക്സ് ഐ. ഈ എക്സ് ഐ എങ്ങനെ കണ്ടുപിടിക്കുക പറഞ്ഞു തരാം. ആ ക്ലാസ് ഉണ്ടാവുമല്ലോ, ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ 0 to 10 എന്നുള്ളത്. അപ്പോൾ 0 + 10/2 കാണാം. അപ്പോൾ നമുക്ക് 5 എന്ന ആൻസർ കിട്ടും. അതാണ് ഫസ്റ്റത്തെ ഉത്തരം. എക്സ് ഐയുടെ ഫസ്റ്റത്തെ ആൻസർ അതാണ്. രണ്ടാമത്തെ ക്ലാസ്സിൽ വരുന്നത് 10 to 20 ആണ്. അപ്പോൾ 10 + 20/2. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. അത് രണ്ടാമത്തെ എക്സ് ഐയിലെ രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ക്ലാസ്സിൽ 20 ആണ്, 20 to 30. അപ്പോൾ 20 + 30/2. അപ്പോൾ നമുക്ക് 25 എന്ന ആൻസർ കിട്ടും. അടുത്തത് 30 to 40 ആണ്. അപ്പോൾ 30 + 40/2. അപ്പോൾ 35 കിട്ടും. അങ്ങനെ ആ ക്ലാസ്സിൻ്റെ എല്ലാതും നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, അതായത് അടുത്ത ക്ലാസ് വരുന്നത് 40 to 50 ആണ്. അപ്പോൾ 40 + 50/2 അങ്ങനെ വെച്ചിട്ട് എല്ലാതും കാണാം. അപ്പോൾ എക്സ് ഐയുടെ നമുക്ക് എല്ലാതും കിട്ടും. അടുത്താണ് എഫ് ഐ എക്സ് ഐ. എഫ് ഐ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയ ആ ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എക്സ് ഐ പറഞ്ഞൊരു കോളം നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടോ, ആ കോളം കൂടിയിട്ട് ഇൻറ്റു ചെയ്യുന്നതാണ് എഫ് ഐ എക്സ് ഐ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയിൽ ഫസ്റ്റത്തെ നമ്പറാണ് 5 എന്നുള്ളത്. ആ എക്സ് ഐയിലെ ഫസ്റ്റ് നമ്പറാണ് 5. അപ്പോൾ 5 × 5 25. അപ്പോൾ നമ്മളത് എഫ് ഐ എക്സ് ഐയിൽ എഴുതാം. 5 × 5 25 അതെഴുതാം. ഇനി രണ്ടാമത്തെ ഫ്രീക്വൻസിയിൽ വരുമ്പോൾ നമ്പറാണ് 10. എക്സ് ഐയിൽ 15. അപ്പോൾ 10 × 15 150. അങ്ങനെ ഫ്രീക്വൻസിയും എക്സ് ഐയും കൂടിയിട്ട് ഇൻറ്റു ചെയ്യാം. ആ ഉത്തരം നമ്മൾ എഫ് ഐ എക്സ് ഐയിൽ എഴുതാം. എന്നിട്ട് ആ ആൻസർ നമ്മൾ ടോട്ടൽ ചെയ്യാം. ആ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 3560 കിട്ടും. പിന്നെ നമ്മൾ ആ ആൻസറിനെ നമ്മുടെ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷനാണ് മീൻ ഈക്വൽ ടു സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ. അപ്പോൾ ആ ഇക്വേഷൻ എഴുതി നമ്മൾ എഴുതേണ്ടത് സിഗ്മ എഫ് ഐ എക്സ് ഐ. അതെന്താണ്? അത് നമ്മൾ എഫ് ഐ എക്സ് ഐ നമ്മൾ ചെയ്തല്ലോ, അതിൻ്റെ ടോട്ടലാണ് 3560. അതാണ് ആദ്യം എഴുതേണ്ടത്. ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ എന്ന് പറയുന്നത് ഫ്രീക്വൻസി നമ്മൾ ടോട്ടൽ ചെയ്തല്ലോ, അത് നമുക്ക് 100 കിട്ടി. അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 3560/100 അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 35.6 കിട്ടും. അതാണ് നമ്മുടെ മീൻ. രണ്ടാമത്തേതാണ് മീഡിയൻ. മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സും ഫ്രീക്വൻസിയും നമ്മളെ ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ വീണ്ടും ഒരു ടേബിളാക്കിയിട്ട് എഴുതുക. ആദ്യത്തേൽ ക്ലാസ് എഴുതുക, രണ്ടാമത്തേൽ ഫ്രീക്വൻസി എഴുതുക. മൂന്നാമത്തെ ഒരു കോളം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സി എഫ് പറഞ്ഞിട്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സി എഫ് പറഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ഒരു കോളം ക്രിയേറ്റ് ചെയ്തു.
അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ പോലെ എടുത്ത് എഴുതുക. ഫ്രീക്വൻസിയിലും എല്ലാതും നമ്മൾ ക്വസ്റ്റ്യൻ തന്ന പോലെ എടുത്ത് എഴുതുക. ഇനി സി എഫിൽ എഴുതേണ്ടത് ആദ്യം നമ്മൾ ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, 5 എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ആ 5 എന്നുള്ള നമ്പർ നമ്മൾ സി എഫിൽ ഫസ്റ്റത്തെ നമ്പറിൽ ആ 5 തന്നെ എഴുതുക. ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് നമ്പർ എന്താണോ അത് തന്നെയാണ് സി എഫിലും ഫസ്റ്റ് നമ്പറായിട്ട് എഴുതേണ്ടത്. എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ എഴുതുക. ഇനി അതിൻ്റെ രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസിയിൽ 5 ഫസ്റ്റ് നമ്പർ, അതിൻ്റെ ശേഷം 10 ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഫ്രീക്വൻസിയിലെ 10 എന്നുള്ള നമ്പറും സി എഫിലെ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ല 5 എന്നുള്ള നമ്പറും ആ 5ഉം കൂടി കൂട്ടുക. അപ്പോൾ നമുക്ക് 15 കിട്ടും. അതെടുത്തിട്ട് രണ്ടാമത്തെ എഴുതാം. ഇനി മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻസിയിലെ മൂന്നാമത്തെ നമ്പറാണ് 18. 5 നമ്മൾ എഴുതി, 10 എടുത്തു നമ്മൾ, പിന്നെ 18. ആ 18ഉം നമ്മൾ സി എഫിൽ രണ്ടാമത് കണ്ടുപിടിച്ച നമ്പറാണ് 15. ആ 15ഉം കൂടിയിട്ട് ആഡ് ചെയ്യുക. 18 + 15 33. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസിയിലെ നാലാമത്തെ നമ്പറാണ് 30. ആ 30ഉം സി എഫിൽ കണ്ടുപിടിച്ച് 33 ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ 18 + 15 പറഞ്ഞിട്ട് കണ്ടുപിടിച്ച ആ നമ്പർ 33, അതും കൂടിയിട്ട് കൂട്ടുക. അപ്പോൾ 63 കിട്ടും. പിന്നെ നമ്മൾ ഫ്രീക്വൻസിയിൽ 20 എടുക്കുക, സി എഫിൽ 63 എടുക്കുക, അങ്ങനെ 83 കിട്ടും. പിന്നെ ഫ്രീക്വൻസിയിൽ 12 എടുക്കുക, 12 + 83, സി എഫിൽ 83 എടുക്കുമ്പോൾ 95 കിട്ടും. പിന്നെ ഫ്രീക്വൻസിയിൽ 5 എടുക്കുക, സി എഫിൽ 95 എടുക്കുക, അങ്ങനെ നമുക്ക് 100 കിട്ടും. ഇങ്ങനെയാണ് ചെയ്ത് തരിക. ഓരോന്നും ഫ്രീക്വൻസിയിലെ നമ്പേഴ്സും സി എഫിലെ കണ്ടുപിടിച്ച നമ്പറും കൂടിയിട്ട് കൂട്ടി വരിക. അങ്ങനെയാണ് നമ്മൾ സി എഫ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനാണ്, മീഡിയൻ്റെ ഇക്വേഷനാണ്, കുറച്ച് വലുതാണത്. മീഡിയൻ = L + n/2 - CF/F × H. ഓക്കെ. ഇതിൽ n/2 ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. n/2 എങ്ങനെ കാണുക? നമ്മൾ സി എഫിലെ ലാസ്റ്റ് നമ്പർ ഉണ്ട്, നമ്മൾ കൂട്ടി വെച്ചതാണ് 100 എന്ന് കിട്ടും. ലാസ്റ്റ് നമുക്ക് കിട്ടും 100 എന്നുള്ള നമ്പർ, അതാണ് ഇതിൻ്റെ n എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ n/2 എന്ന് പറഞ്ഞാൽ 100/2. 100/2 പറയുമ്പോൾ 50. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ L കാണണം. L എങ്ങനെ കാണുക? നമ്മൾ ഈ ഒരു കോളത്തിൻ്റെ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ കോളത്തിൻ്റെ മീഡിയൻ ക്ലാസ് കാണണം. മീഡിയൻ ക്ലാസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ n/2 എത്രയും വന്ന് നമുക്ക് 50 കിട്ടിയത്. ആ 50 ഇതിൽ ഏതിലാണ് കൊള്ളുക നമ്മൾ നോക്കണം. സി എഫിൽ എവിടെയാണ് 50 ഉള്ളത് നോക്കണം. ആദ്യത്തേൽ 5 വരുന്നത്, പിന്നെ 15, പിന്നെ 33, പിന്നെ 63 വരുന്നുണ്ട്. ആ 63ലാണ് നമ്മുടെ 50 ഉണ്ടാവുക. ഓക്കെ. ആ ഒരു ക്ലാസ്സിലാണ് നമ്മുടെ 50 ഉണ്ടാവുക. അപ്പോൾ 50 എന്നുള്ള ആ ഒരു കോള, 63 എന്നുള്ള കോള നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കാം. ബോക്സിലാക്കാം. നമ്മൾ ആ കോളത്തിൽ നമ്മൾ ബോക്സിലാക്കാം. ആ 63 എന്നുള്ള ഒരു കോളം ഉണ്ടല്ലോ, നമ്മുടെ സി എഫും അതിൽ ഫ്രീക്വൻസി വരണം, ക്ലാസ് വരണം, അത് 3 കൂടി നമ്മളൊരു ബോക്സിലാക്കി വെക്കാം. ഇനി അതിലെ എല്ലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പം അതിൽ ലോവർ ലിമിറ്റ് ഏതാണെന്ന് നോക്കാം. ആ ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ മീഡിയം ക്ലാസ്സിൽ ലോവർ ലിമിറ്റായിട്ട് വരുന്നത് 30. 30 to 40 പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടല്ലോ നമ്മൾ കണ്ടുപിടിച്ചതില്ല, ആ 30 അതിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ അത് നമ്മൾ എഴുതി. ഓക്കെ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സി എഫ് ആണ്. ഇക്വേഷനിൽ നമ്മൾ L + n/2 - CF. നമ്മൾ L കണ്ടുപിടിച്ചു, 30 നമുക്ക് കിട്ടി. n/2 നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചു, 50 എന്ന് കിട്ടി. സി എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സി എഫ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മീഡിയം ക്ലാസ് കണ്ടുപിടിച്ചുവല്ലോ, 63 അതിൻ്റെ മീഡിയം ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ആ 63ൻ്റെ തൊട്ട് മുകളിലുള്ള ക്ലാസ് സി എഫ് 33 വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സി എഫ്. ഏതാണ് നമ്മൾ നമ്മുടെ മീഡിയം ക്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത്, അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന നമ്പർ സി എഫിനെയാണ് നമ്മുടെ സി എഫ് എന്ന നമ്പർ പറയാം. ഓക്കെ. തൊട്ട് മുകളിലുള്ള ക്ലാസ്സിലെ സി എഫിനെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ സി എഫ് 33. 63ൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ക്ലാസ്സിലെ സി എഫ് 33. അപ്പോൾ നമ്മൾ 33 നമുക്ക് കിട്ടി. ഇനി എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആ മീഡിയം ക്ലാസ്സിൽ ഫ്രീക്വൻസി എത്രയാണ് നോക്കാം. ആ മീഡിയം ക്ലാസ്സിലെ ഫ്രീക്വൻസി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മീഡിയം ക്ലാസ്സിൽ 63 മീഡിയം ക്ലാസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ ഫ്രീക്വൻസിയാണ് 30. അതാണ് അതിൻ്റെ എഫ്. ഇനി എച്ച് എന്ന് പറയുന്നത് ക്ലാസ് തമ്മിലുള്ള ഇൻ്റർവെല്ലാണ്. ഇവിടെ എത്രയാണ് ക്ലാസ് നമ്മൾ ഇൻ്റർവെല്ലിൽ നോക്കാം. നമുക്ക് ഇവിടെ ക്ലാസ്സിൽ നമുക്ക് 10 to 20, 20 to 10, പിന്നെ 30 to 40
അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് 10 ഓക്കെ 10 വരണത്. ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലിൽ 10 നമ്മൾ എച്ച് എന്നുള്ള സ്ഥലത്ത് നമ്മൾ 10 ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതുക. L പ്ലസ് n/2 മൈനസ് CF/F ഇൻറ്റു എച്ച്. നമ്മൾ L നമുക്ക് കിട്ടി 30 പ്ലസ് n/2 50 എന്ന് കിട്ടി 50 മൈനസ് CF 33/30 ഹോൾ സ്ക്വയർ ഇൻറ്റു 10. എച്ച് ആണ് 10 എന്ന് പറഞ്ഞത്. ഓക്കെ നമ്മൾ വീണ്ടും എടുത്ത് എഴുതുക 30 പ്ലസ് 50 മൈനസ് 33. 50 മൈനസ് 33 പറയുമ്പോൾ 17. ഓക്കെ 17/30 ഉണ്ടല്ലോ. അപ്പോൾ 50 മൈനസ് 33/30 അപ്പോൾ 50 മൈനസ് 33 17 കിട്ടി 30 എഴുതി ഇൻറ്റു 10 ഈക്വൽ ടു 30 പ്ലസ് ആ 17/30 ചെയ്യുക. 17/30 ചെയ്യുമ്പോൾ 0.566 എന്ന് കിട്ടും. അതെടുത്ത് എഴുതുക ഇൻറ്റു 10. ഓക്കെ പിന്നെ ഈക്വൽ ടു 30 പ്ലസ് 0.566 ഇൻറ്റു 10. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 5.66 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും പ്ലസ് ചെയ്യുക. 30 പ്ലസ് 5.66 ഈക്വൽ ടു 35.66 എന്ന് ആൻസർ കിട്ടും. ഇതാണ് മീഡിയൻ. അടുത്തതാണ് മോഡ്. മോഡ് എങ്ങനെ കാണാൻ നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ക്ലാസ് ഫ്രീക്വൻസി ആ ടേബിൾ ഉണ്ടല്ലോ അത് അതേപോലെ എടുത്ത് വരയ്ക്കുക. ഇവിടെ നമ്മൾ എക്സ്ട്രാ കോളംസ് ഒന്നും ഉണ്ടാക്കേണ്ട. ആ ക്വസ്റ്റ്യനിൽ തന്ന അതേ ടേബിൾ അതുപോലെ എടുത്ത് വരയ്ക്കുക. അതിലെ കാര്യങ്ങളും ഒക്കെ എഴുതി വയ്ക്കുക. നമ്മുടെ മോഡിൻ്റെ ഇക്വേഷനാണ് L പ്ലസ് F1 മൈനസ് F0/2 F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു എച്ച്. ഓക്കെ ഇതിൽ നമ്മൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റാണ്. ആ ലോവർ ലിമിറ്റ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഫ്രീക്വൻസിയുടെ ടേബിളിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കാം. ഈ ഒരു ടേബിളിൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ഫ്രീക്വൻസിയിലെ ഏറ്റവും വലിയ സംഖ്യ 30. ഓക്കെ അതിൽ 30 ഏറ്റവും വലുതായിട്ട് വരുന്ന സംഖ്യ ആ ഫ്രീക്വൻസിയുടെ അതിൽ കേട്ടോ. അപ്പോൾ 30 നമുക്ക് കിട്ടി. ആ 30 എന്നുള്ള കോളത്തിനെ ക്ലാസ്സും ഫ്രീക്വൻസിയും വരുന്ന ആ ഒരു കോളത്തിനെ നമ്മൾ ഒരു ബോക്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മോഡ് ക്ലാസ്. ഓക്കെ ഇതിൽ നിന്ന് വേണം നമുക്ക് ലോവർ ലിമിറ്റും കാര്യങ്ങളും കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ 30 എന്നുള്ള കോളം നമ്മൾ ഒരു ബോക്സിലാക്കി വയ്ക്കാം. ഇനി ഇതിലത്തെ ആ ക്ലാസ്സിൽ നമുക്ക് എന്ത് കിട്ടും ലോവർ ലിമിറ്റ് നോക്കാം. ആ ക്ലാസ്സിൽ 30/40 വരുന്നതിൽ ലോവർ ലിമിറ്റ് 30. ഓക്കെ അപ്പോൾ നമുക്ക് L കിട്ടി 30 എന്ന് കിട്ടി. ഇനി F1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ഒരു കോളത്തിൽ നമ്മൾ വരച്ചു ടേബിൾ നമ്മൾ വരച്ച് വെച്ചുല്ലോ. അപ്പോൾ നേരത്തെ മോഡ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും വലിയ സംഖ്യയുള്ള ആ ഒരു കോളം നമ്മൾ വരച്ച് വെച്ചുല്ലോ. അതിൽ 30 F1. ആ ഫ്രീക്വൻസിയിൽ 30 F1. F1ൻ്റെ താഴെയുള്ളത് F2 ആയിട്ട് വരും. F2 20. ആ F1ൻ്റെ മുകളിലുള്ളത് 18 F0 ആയിട്ട് വരും. ഓക്കെ നമ്മൾ കണ്ടുപിടിച്ച മോഡ് ക്ലാസ്സാണ് F1. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് F2. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്നത് F0. അങ്ങനെയാണ്. ഇനി H എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെല്ല് പറയുന്നത് 10. ക്ലാസ് ഇൻ്റർവെല്ല് എങ്ങനെ കണ്ടുപിടിക്കുക? 10 നമ്മൾ ക്ലാസ് നോക്കുക. 10 20, 20 30. അപ്പോൾ 10 കൂട്ടി വരുന്നതാണ് ഈ ഒരു ക്ലാസ് ഇൻ്റർവെല്ല്. നമുക്കത് H10 ഒന്നും കിട്ടും. നമ്മൾ ഇക്വേഷനിൽ കൊടുക്കാം. L പ്ലസ് F1 മൈനസ് F0/2 F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു എച്ച്. L നമ്മൾ കണ്ടുപിടിച്ച് 30 എന്ന് കിട്ടി. F1 നമുക്ക് കിട്ടി എത്രയാണ് 30. അത് 30 കിട്ടി. മൈനസ് F1 മൈനസ് F0 ആണ്. F1ൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ അതായത് 18 അതെഴുതി ബൈ 2 F1. ഈ 2 F1 എങ്ങനെ കിട്ടുക? F1 നമ്മൾ 30 പറഞ്ഞു. 30 ഇൻറ്റു 2 ചെയ്യാം. അപ്പോൾ 2 F1 കിട്ടും. 30 ഇൻറ്റു 2 പറയുമ്പോൾ 60. അപ്പോൾ 60 കിട്ടി. അതാണ് 2 F1 മൈനസ് F0. F0 18 അതെടുത്ത് എഴുതി. F2 20. F1ൻ്റെ തൊട്ട് താഴെയാണ് F2. അപ്പോൾ അതും കിട്ടി 20. അത് ബ്രാക്കറ്റിലിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇൻറ്റു 10 ചെയ്തു. ഇൻറ്റു 10. H നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലിൽ 10. അതെടുത്ത് എഴുതി. ഇനി നമ്മൾ ഈക്വൽ ടു 30 പ്ലസ്
പിന്നെ നമ്മൾ ആ ഇക്വേഷൻ F1 മൈനസ് F0 ആണല്ലോ. F1 30 30 മൈനസ് F0 18. അപ്പോൾ 30 മൈനസ് 18 12 കിട്ടി. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തുള്ളതും മൈനസ് ചെയ്ത് വയ്ക്കുക. 60 മൈനസ് 18 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 22 ഇൻറ്റു 10. അപ്പം എങ്ങനെയാണ് 30 പ്ലസ് 12/22 ഇൻറ്റു 10. ഇനി നമ്മൾ അടുത്ത് എഴുതുക ഈക്വൽ ടു 30 പ്ലസ് 12/22 ചെയ്യുമ്പോൾ നമുക്ക് 0.545 കിട്ടും. ഇപ്പം നമ്മൾ ഇൻറ്റു 10 എഴുതാം. ഇനി നമ്മൾ അടുത്ത് എഴുതുമ്പോൾ ഈക്വൽ ടു 30 പ്ലസ് 0.545 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 5.45 കിട്ടും. അതിനെ നമ്മൾ 30 കൊണ്ട് പ്ലസ് ചെയ്യാം. 30 പ്ലസ് 5.45 ഈക്വൽ ടു 35.45 കിട്ടും. എങ്ങനെയാണ് മോഡ് കാണാം. നമ്മൾ എല്ലാതും കണ്ടുപിടിച്ചു. ഇനി ഈ ആൻസർ ശരിയല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മീനും മീഡിയനും മോഡും ലാസ്റ്റ് നമ്മൾ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ. മീൻ എത്ര കിട്ടിയത് 35.6, മീഡിയൻ കിട്ടിയത് 35.66, മോഡ് കിട്ടിയത് 35.45. ഈ ആൻസറൊക്കെ ഒരു സെയിം വാല്യൂ ആയിരിക്കും ഈ മൂന്നെണ്ണത്തിൻ്റെ ആൻസറും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഏതൊരു ക്വസ്റ്റ്യൻ തന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഈ മൂന്നെണ്ണം സെയിം വാല്യൂ ആയിട്ടാണ് കിട്ടുക. ഏകദേശം ഒരു സെയിം വാല്യൂ ആയിട്ട് കിട്ടുക. സെയിം വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് വെച്ച ആ ഒരു ആൻസർ തെറ്റാവും. അപ്പോൾ ഇത് നമുക്ക് മൂന്നെണ്ണം സെയിം ആയിട്ടാണ് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മീൻ മീഡിയൻ മോഡ് കാണാൻ വളരെ എളുപ്പമാണ്. എന്തായാലും പഠിച്ചിട്ട് 8 മാർക്ക് ഷുവറാണ്. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഒന്നുകൂടിയും ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.